ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്റെ കൂടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട്. ഇത് നന്ദന എന്നാണ് പേര്. നന്ദന യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിലെ ഒരു സ്റ്റുഡന്റ് ആണ്. ബിസിനസ് അനലിറ്റിക്സ് പഠിക്കുന്നു. അപ്പൊ ഒത്തിരി ആയിട്ട് കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ പാർട്ട് ടൈം ജോബ്സിനെ കുറിച്ചും സ്റ്റഡീസിനെ കുറിച്ചും ഒക്കെ കുറെ ഡൗട്ട്സുകൾ. അപ്പം അതൊക്കെ ക്ലിയർ ആക്കാനായിട്ട് എന്നെക്കാട്ടിലും നല്ലത് നന്ദനയാന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ നന്ദനയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പം കുറെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഒരുമിച്ചൊരു ദിവസം കിട്ടിയാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അതിനൊരു അവസരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നൊരു ചാൻസ് ഒത്തു വന്നത്. പക്ഷെ ഇതൊട്ടും പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഞങ്ങൾ ഒരു ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഒരു സ്റ്റഡീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിനെ കുറിച്ചൊന്നും അത്യാവശ്യം ഒന്നുമേ അറിയത്തില്ല. അപ്പം ഞാൻ ആ ഒരു ലെവലിൽ നിന്നായിരിക്കും നന്ദനോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് പൊട്ടത്തരം ക്വസ്റ്റ്യൻസും കാണുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, അതേപോലെ തന്നെ നന്ദനെ ക്ഷമിക്കണം. പൊട്ടത്തരം ഉണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞു തന്നാൽ മതി, അങ്ങനെ അല്ല എന്നുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. നന്ദന ഓക്കെ അല്ലേ? ഓക്കെ. ചൂസ് അയർലൻഡ് ഓൾമോസ്റ്റ് എത്ര ടൈം എടുത്തു, എന്തോരം മാർക്ക് വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എത്ര എമൗണ്ട് ആവും ഒരു ഓൾ ടുഗെദർ? അതില് 2500 സ്കോളർഷിപ്പ് കിട്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാം. അതിപ്പോ ജോലിക്ക് വന്നാലും സ്റ്റഡീസ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എൻജോയ്മെന്റിനുള്ള ടൈം കിട്ടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു എനിക്ക് കുഴപ്പമില്ലാണ്ട് ഭാഗ്യമുള്ളത് കൊണ്ട് എനിക്കൊരു കുറച്ച് പേര് നമുക്ക് വെറുതെ ഉണ്ടാവുന്നവരെ കുറച്ചത്തെ ഒരു കൺട്രിയും കൂടെ ആയതുകൊണ്ട് പറയാം. നന്ദനയുടെ ക്ലാസ്സിൽ എത്ര പേരുണ്ട്? അതേപോലെ തന്നെ ഈ ക്ലാസ് എടുക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കാരണം നന്ദന ഇപ്പൊ നാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്. നമുക്കിവിടെ ഐറിഷ് പ്രൊഫസേഴ്സ് ഒക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം എത്രയായാലും ഇപ്പൊ ഇവര് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുന്നെങ്കിലും ആ ഒരു ടച്ച് എന്ന് പറയുന്നത് ഐ മീൻ ഇച്ചിരി കുറച്ച് ഹാർഡ് ആയിരിക്കും മനസ്സിലാക്കാനായിട്ട്. ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും അവരുടെ ആ റേഞ്ചിൽ അത്രയും ഫ്ലോ വരത്തില്ല. ചിലപ്പോൾ ഒരു സ്പീഡിൽ പോകുന്നവരൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ക്ലാസ് മനസ്സിലാക്കാനായിട്ട് പാടുണ്ടോ? അല്ലെങ്കിൽ അതിപ്പോ ഓക്കെ ആയി തുടങ്ങിയോ? വന്നിട്ട് ഇത്രയും നാളായാലും ഒരു ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇപ്പൊ ഓക്കെ ആയി തുടങ്ങിയോ? വന്ന സമയത്ത് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം? സത്യം പറഞ്ഞാൽ ഓക്കെ ആയിട്ടില്ല. കാരണം ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും കണക്കാ. എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് സെമസ്റ്ററിൽ ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അഫ്ഗാനി ടീച്ചേഴ്സ് ആണെന്ന് തോന്നുന്നു, ഇന്ത്യൻസ് അല്ലാന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ഇംഗ്ലീഷ് നമുക്ക് ലൈക്ക് ആ ഒരു സ്ലാങ് ഓഫ് ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവത്തില്ലേ, ക്യാച്ച് ചെയ്യാൻ പറ്റും. അതേസമയം ഐറിഷ് പറയുകയാണെങ്കിൽ എന്തൊക്കെ പറ്റാതെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ അത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ കോളേജ് പഠിച്ച സമയത്ത് UG ഇംഗ്ലീഷ് ചെയ്യുന്ന സമയത്ത് എന്റെ ടീച്ചേഴ്സും ഇംഗ്ലീഷിൽ എടുത്തോണ്ടിരുന്നത്. മലയാളം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. പക്ഷെ ഐറിഷ് ഇംഗ്ലീഷും നമ്മളുടെ ഇംഗ്ലീഷ് ടോട്ടലി ഡിഫറെന്റ് ആണ്. നല്ല സമയം എടുക്കും നമുക്ക് മനസ്സിലാക്കി തരാൻ. പിന്നെ പകുതി ക്ലാസ് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് അതിന് പറ്റിയ PDF, അവർ പഠിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും PDF നമുക്ക് തരും. എക്സാം പേപ്പേഴ്സ് എല്ലാ 3 ഇയേഴ്സിന്റെ കഴിഞ്ഞ 3 ഇയേഴ്സിന്റെ നമുക്ക് നമ്മളുടെ ആപ്പിൾ അതൊക്കെ അവർ പറയും നമ്മുടെ കയ്യിൽ കൊടുക്കും. സോ നമുക്ക് അങ്ങനെ വഴി ക്യാച്ചപ്പ് ചെയ്ത് പോവാം. അല്ലാണ്ട് ക്ലാസ് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോ ഏത് പ്രൊഫഷൻ, ഇപ്പൊ പഠിക്കാൻ വന്നതല്ലാതെ തന്നെ ഏത് പ്രൊഫഷനായിട്ട് അയർലൻഡിലേക്ക് വന്നാലും ഐറിഷ് ആളുകളുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴത്തേക്കും ഇച്ചിരി പാടാണ് ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാനായിട്ട്. കാരണം അവർ അത്രയും ഫ്ലോയിലാണ് സംസാരിക്കുന്നത്. അതിൽ ഐറിഷ് സ്ലാങ് കൂടെ കയറി വരുന്നുണ്ട്. സോ അതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം, ക്ലിയർ ആയിട്ട് അവരോട് വീണ്ടും ചോദിക്കാം, ഞാൻ റിപ്പീറ്റ് വൺസ് എന്നോ അല്ലെങ്കിൽ പാടെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് അവരപ്പോ അത് വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്ത്. കാരണം ഇവരൊക്കെ നല്ല ക്ഷമയുള്ളവരാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അയർലൻഡിലുള്ള എല്ലാവരും മറ്റു കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അയർലൻഡിലെ ആൾക്കാർ കുറച്ചുകൂടെ കാമാണ്, പീസ്ഫുൾ ആണ്, നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അത് എത്ര തവണ വേണേലും പറഞ്ഞു തരുന്നതിന് അവർക്ക് ഒരു മടിയുമില്ല. അതിപ്പം ഈവൻ പ്രൊഫസേഴ്സ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ വഴി വെച്ച് സംസാരിക്കുന്നവരായാലും അവരോട് അത് മനസ്സിലായില്ല, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഭയങ്കര ഹാപ്പിയാണ് അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ അവരെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് അവര് ചിന്തിക്കുന്നത് ആ ഒരു സമയത്ത്. സോ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഓഫ്കോഴ്സ്. കാരണം പാർട്ട് ടൈം ചെയ്യുന്ന സമയത്ത് ഞാൻ ടില്ലി നിൽക്കും, ബില്ലിംഗ് കൗണ്ടറിൽ നിൽക്കുന്ന സമയത്ത് നമുക്കൊന്നും മനസ്സിലല്ല. ചിലപ്പോ ഇംഗ്ലീഷ് ഓക്കെ, പക്ഷെ അവരുടെ ഇംഗ്ലീഷിന് വേറെ രീതിയിലാണ് സംസാരിക്കുന്നത്. നമ്മളിങ്ങനെ നിന്നോ നമ്മള് സോറി കെൻ യു പ്ലീസ് റിപ്പീറ്റ് വൺസ് മോർ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എത്ര കേട്ടില്ല എന്ന് പറയാൻ മാക്സിമം നമ്പർ നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ ഒട്ടും പറ്റില്ല. ഇപ്പൊ എനിക്ക് പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, എനിക്ക് ഒട്ടും മനസ്സിലാകുന്നില്ല. അവസാനം പുള്ളി പേപ്പറും പേരും ചോദിച്ചു എഴുതി തരാനായിട്ട്. സോ അത്ര ഫ്രണ്ട്ലി അവര്. അതേപോലെ നല്ലവരും ഉണ്ട്, ചീത്തവരും ഉണ്ട്.
ബാഡ് ആയിട്ടുള്ളവർ ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പൊ ഏത് കൺട്രി എടുത്ത് നോക്കിയാലും അങ്ങനെ ഉള്ളവരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ആൾക്കാരൊക്കെ ഒത്തിരി നല്ലതാന്ന് ഒത്തിരി നല്ല നമുക്ക് ഹെൽപ്പിംഗ് ആയിട്ട് നിൽക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ അവരുണ്ട്. ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മുടെ തിന്നു ബാക്കി ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചോളാം. ഫൈൻ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും അവർക്കില്ല. അത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയത് എന്റെ മെറ്റേണിറ്റി ടൈമിലാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എന്റെ കൂടെ വർക്ക് ചെയ്തവരും ഇവിടെ എന്റെ CNMസും ഒക്കെ ഒത്തിരി നല്ലതായിരുന്നു. സോ അതിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും നല്ലതാണ് എന്നുള്ളത്. അയർലൻഡിലുള്ളവരും. നന്ദന ബിസിനസ് അനലിറ്റിക്സ് പഠിക്കുന്നത് പറഞ്ഞു. നന്ദനയുടെ ക്ലാസ്സിൽ ഇപ്പം എത്ര പേരുണ്ട്? എന്റെ ക്ലാസ്സിൽ ഇപ്പൊ 120 പിള്ളേരുണ്ട് ഓൾമോസ്റ്റ്. അതൊക്കെ കേൾക്കുമ്പോ അതും മെയിൻ പോയിന്റ്, ആകെ 5 6 7 ഫോറിനേഴ്സ് ഉള്ളൂ. എല്ലാ ഇന്ത്യൻസ്, എവ്രി വൺ ഇസ് ഇന്ത്യൻസ്. ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ആണ്, സൗത്ത് ഇന്ത്യൻസ് വളരെ കുറവാണ്. പക്ഷെ ഇന്ത്യൻസ് ആണ് ആ ക്ലാസ് മൊത്തം. ഇതൊക്കെയാണ് ഒരു പ്രോബ്ലം. ഇത് ഹൈ ഇമ്പാക്ട് ആണ്. കാരണം എല്ലാവരും ലൈക് സ്റ്റുഡൻസിനോട് അവിടെ ഏജൻസിക്കാർ പറയും ക്രിട്ടിക്കലാണെന്ന് പറയും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിട്ടിക്കൽ ലിസ്റ്റിലുള്ളത് തന്നെയാണ്. പക്ഷെ അത്രയും പിള്ളേരും വരുന്നുണ്ട്. ഇപ്പൊ ഇത് എന്റെ ക്ലാസ്സിന്റെ കാര്യം മാത്രമേ പറയുന്നത്. അതുപോലെ എത്ര കോളേജസ് ഉണ്ട്, എത്ര ബിസിനസ് അനലിറ്റിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മെഗ്ഡിയിൽ ഒന്ന് പോയി ചോദിക്കുക എന്താ പഠിച്ചേ, മിക്ക പിള്ളേരും പറയുന്നത് ബിസിനസ് അനലിറ്റിക്സ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. എന്നാൽ നല്ല കുറെ പെട്ടെന്ന് ജോലി കിട്ടാവുന്ന കോഴ്സസും ഉണ്ട്. എനിക്ക് തോന്നുന്നു നന്ദന നാട്ടില് BCom ആണ് പഠിച്ചാണ് അല്ലെ? BCA. ഓക്കെ, BCA പഠിച്ചിട്ട് ഇവിടെ വന്ന് ബിസിനസ് അനലിറ്റിക്സ് എടുത്തപ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ, അതോ അതിന്റെ കണ്ടിന്യൂഷൻ പോലെ തോന്നുന്നുണ്ടോ? സംഭവം കണ്ടിന്യൂഷൻ പോലെ തോന്നുന്നത്. പക്ഷെ ഇവിടത്തെ ഞാൻ കോഡിംഗ് ഉണ്ട്. എനിക്ക് കോഡിംഗ് എന്ന് പറഞ്ഞാൽ നാട്ടിലെ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതൊന്നും അല്ലാന്ന്. ഇവിടെ എക്സ്ട്രീം ലെവലാണ്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ടത് അങ്ങ് ഹൈയാ. നമുക്കെല്ലാം അറിയാം എന്നുള്ള ഒരു മൈൻഡിലാണ് അവർ പഠിപ്പിച്ചു പോകുന്നത്. ഇവരുടെ ബേസ് എന്ന് പറയുന്നത് നമ്മളുടെ അവിടെ പഠിച്ച ഇതായിട്ടുള്ള സാധന. അല്ലെങ്കിൽ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, C++, അത് ഇതൊക്കെ. ഇവിടെ അതിന്റെ ഡബിൾ ആണ് നമ്മളുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് പലരും പറഞ്ഞു കേട്ടുള്ള അറിവാണ് സ്പൂൺ ഫീഡിംഗ് ഒന്നും പ്രതീക്ഷിച്ച ആരും വരരുത്. നാട്ടിലൊക്കെ നമുക്ക് അസൈൻമെന്റ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് പുറകെ നടക്കും, മക്കളെ ഒന്ന് ചെയ്യടാ. ആരും വരത്തില്ല. ചെയ്തില്ലേ മാർക്ക് പോയി. ആരും ഭയങ്കര വരത്തില്ല. ആരും അസൈൻമെന്റ് ഉണ്ടെന്ന് പോലും പറയത്തില്ല. നമുക്കൊരു ആപ്പ് തരും, അതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക, കണ്ടാ സബ്മിറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ തീർന്നു പോയി, ഇല്ലെങ്കിൽ അതിന്റെ മാർക്ക് പോയി. ആരും ഒന്നും ചോദിക്കാൻ വരത്തില്ല. ഞാൻ അതങ്ങനെ കേട്ടിട്ടുണ്ട്. ആരും സ്പൂൺ ഫീഡിംഗ് ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇതുപോലെ ഇപ്പൊ നന്ദന പറഞ്ഞ പോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്നതായാലും എന്താ പറയാ, നമുക്കെല്ലാം അറിയാവുന്ന രീതിയിൽ ഓവറോൾ ആയിട്ട് പറഞ്ഞു തരത്തേ ഉള്ളൂ. പിന്നെ നമ്മളുടെ നാട്ടിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറ്റ്ലീസ്റ്റ് നമ്മുടെ പേരുകൾ അറിയാം. ഇവിടുത്തെ പ്രൊഫസേഴ്സിന് എത്ര പിള്ളേരുണ്ട്, പിള്ളേരുടെ പേര് എവിടെ ഒന്നും അറിയത്തില്ല. ഇവിടെ ക്ലാസ്സിൽ കയറിയൊന്നും അവർ നോക്കത്തില്ല, ഇറങ്ങിയൊന്നും നോക്കത്തില്ല. അറ്റൻഡൻസ് ഉള്ള ക്ലാസ്സസ് മാത്രം. അറ്റൻഡൻസും പുള്ളി പേര് നോക്കി നമ്മുടെ നമ്പർ ഉണ്ടോ അതായിരിക്കും. ആരുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ഒരു പ്രൊഫസേഴ്സ് ആയിട്ട് നമുക്ക് ഇന്റിമേറ്റ് കണക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ നാട്ടില് എങ്ങനെയായിരുന്നു ക്ലോസ് ആയിട്ട് ഒരു ടീച്ചർ, അതേപോലെയല്ല, ടോട്ടലി ഡിഫറെന്റ് ഇവിടെ വരുമ്പോ. പിന്നെ ചോദിക്കാനുള്ളത് ഫുഡൊക്കെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ഡിഫറെന്റ് ഫുഡാണ് കിട്ടുന്നത്. ചിലപ്പം നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ റെന്റിനൊക്കെ നിൽക്കുന്ന വീട്ടില് ഒരു ഹോംലി ഫുഡൊക്കെ കിട്ടും. എന്നാലും ചില സാഹചര്യങ്ങളിൽ നമുക്കിവിടെ ഐറിഷ് ഫുഡൊക്കെ കഴിക്കേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വന്ന സമയത്ത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുണ്ടോ? വന്ന സമയത്ത് നാട്ടിൽ നിന്ന് കുറെ ഫുഡ് കൊണ്ടുവന്നായിരുന്നു. വേണ്ട സാധനങ്ങൾ അച്ചാറും ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് മാക്സിമം കഴിച്ചിട്ടൊന്നുമില്ല. കാരണം നമുക്ക് ഇവിടെയൊക്കെ ഇപ്പൊ കിട്ടാത്തതൊന്നും ഇല്ല. അവിടെ ഇപ്പൊ ഏത് ഷോപ്പിൽ പോയാലും നല്ല കാശ് കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും, പക്ഷെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. സോ എന്താ പറയാ, ഇപ്പൊ ഇവിടെ വന്ന സമയത്ത് ഇപ്പം എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടിയ ഒരു ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാമിലി എനിക്ക് ഫുഡ് തരും. ഞാൻ നിൽക്കുന്ന ഫാമിലി എനിക്ക് ഫുഡ് തരും. സോ ദാറ്റ്സ് ലൈക്ക് ഹോംലി ഫുഡ്. ചോറ്, ഇഡ്ലി, സാമ്പാർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടും. സോ ഞാൻ ഒരു സൈഡിൽ ഹാപ്പിയാണ്. അതുപോലെ എന്റെ പല ഫ്രണ്ട്സ് നിൽക്കുന്നിടത്ത് രാവിലെ റാപ്പ്, ബർഗർ, ബ്രെഡ് ഇതൊക്കെയാണ് അവര് കഴിക്കുന്നത്. That makes a huge difference. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒത്തിരി ഷോപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇന്ത്യൻ ടേസ്റ്റ് തരുന്ന ഷോപ്സ് ഒത്തിരി ഉണ്ട്. പക്ഷെ നമുക്ക് അഫോർഡബിൾ അല്ല എപ്പോഴും പോകാനായിട്ട്. അതെ, റേറ്റും അതേപോലെ തന്നെ ഹൈ ആയിരിക്കും. കാരണം ഇന്ത്യൻസ് മാത്രല്ല അവിടെ എനിക്ക് തോന്നുന്നത് ഐറിഷുകാരാണ് എന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ആയാലും നമുക്ക് ചില ഡേയ്സിൽ എന്താ പറയാ റൈസും ചിക്കൻ കറിയൊക്കെ വെക്കും. അപ്പൊ ഇവരധികം എരിവൊന്നും ഇല്ലാതെ ചിക്കൻ കറിയൊക്കെ വെക്കും. അതിപ്പം ഇന്ത്യൻസ് അല്ല അത് എടുക്കുന്നത്, ഐറിഷുകാരാണ് എടുക്കുന്നത്. സോ അതേപോലെ തന്നെ നമ്മളോട് ഇവര് ചോദിക്കും, നിങ്ങൾക്ക് ഇച്ചിരി ചിക്കൻ കറി കൊണ്ടുവരാമോ, ഇച്ചിരി സ്പൈസി ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനോ. പക്ഷെ നമ്മുടെ ഒരു
കുറച്ച് സ്പൈസി പോലെ ഇവര് താങ്ങത്തില്ല. അതാണ് ഇപ്പം ഇനിയിപ്പം പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നാട്ടിൽ പോയിട്ട് സ്പൈസി ആയിട്ടുള്ള സാധനം കഴിക്കുമ്പോൾ നമുക്ക് ഹ്യൂജ് ഡിഫറൻസ് വന്നു. നമ്മളെ കൊണ്ട് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഇവിടെ എല്ലാവരും ലെസ് സോൾട്ട്, ലെസ് ഷുഗർ, ലെസ് സ്പൈസിനെസ്. ഇവിടെ എന്റെ വീട്ടിൽ തന്നെയും ഞങ്ങൾക്ക് ഒട്ടും, എനിക്കായാലും ഹസ്ബൻഡിനായാലും ഒട്ടും പറ്റത്തില്ല സ്പൈസി ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങള് വളരെ കുറച്ചാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മുളക് പൊടിയൊക്കെ നല്ല ലാഭമാണ്. തന്നെ അതുപോലെ തന്നെ ഇരിക്കും. ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ടാ മതി. റെസ്റ്റോറൻറ്റ്സിൽ പോയാലും നമുക്ക് ഉദ്ദേശിക്കുന്ന ചിക്കൻ ഒക്കെ വാങ്ങിച്ചാലും സ്പൈസിനെസ് വളരെ കുറവായിരിക്കും. സ്വീറ്റ് ഫ്ലേവേഴ്സ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, നമുക്കിവിടെ അതെ റെസ്റ്റോറന്റിൽ ഇവര് പറയും സ്പൈസി ചില്ലി, ഹോട്ട് ചില്ലി എന്നൊക്കെ പറയും. പക്ഷെ ഇതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് എനിക്കത് ഇപ്പൊ കുറെ ഒരു 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്കിപ്പോ ഞാനിവിടെ 4 years കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്പൈസി ഒക്കെ കുറച്ച് സ്പൈസി ആയി തോന്നി. കാരണം നമ്മളിപ്പോ കംപ്ലീറ്റ്ലി സ്പൈസ് ഒക്കെ വളരെ കുറച്ചിരിക്കുകയാണ്. എന്നാലും ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ 4 years 5 years 10 years ഒക്കെ ആയിട്ടുള്ള ഫാമിലിയും നാട്ടിൽ അതേ ഫുഡ് സിസ്റ്റം തന്നെ ഫോളോ ചെയ്ത് അത്രയും സ്പൈസി ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും ഒരു ഫുഡിയല്ല, ഒത്തിരി കുക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല, അതിനുള്ള ടൈമും ഇല്ല. അതുകൊണ്ട് കിട്ടുന്ന രീതിയിൽ ഒരു എന്താ പറ്റുന്ന പോലൊക്കെ ചെയ്ത് എല്ലാവരും മാക്സിമം ഈ സ്പൈസ് ഒക്കെ ചേർത്ത് കുറച്ച് യൂസ് ചെയ്യുന്ന വെച്ചാൽ ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ചാർജ് വളരെ ഹൈ അല്ലേ. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളോട് ആദ്യമേ നാട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു വിടുന്നതാ പുറത്തത്തെ ചികിത്സിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് വേണ്ട, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാ. സോ എല്ലാരും കമ്മി കുറച്ച് യൂസ് ചെയ്യാനേ നോക്കത്തുള്ളൂ. ബിക്കോസ് ഹെൽത്ത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നാട്ടിൽ പോയി തിരിച്ചു വന്നാൽ പോലും ഇത്രയും കോസ്റ്റ് ആവത്തില്ല. സോ നന്ദന ഇപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോ യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക് അല്ലാതെ നമുക്ക് ഇവിടെ ഡബ്ലിനിലായാലും കോർക്കിലായാലും ഒക്കെ ഒത്തിരി കോളേജസ് ഉണ്ട്. എന്തുകൊണ്ട് നന്ദന യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക് ചൂസ് ചെയ്തു? പിന്നെ ഇപ്പൊ ഒരു കോളേജിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമ്മൾ ആ ഒരു കോളേജിനെ കുറിച്ച് അത്യാവശ്യം ഒന്ന് അന്വേഷിക്കും. അപ്പൊ നാട്ടിൽ വെച്ച് തന്നെ നന്ദനയ്ക്ക് ഒരു ഐഡിയ കിട്ടി കാണും. സോ ആ ഒരു സെയിം ഇത് തന്നെയാണോ ഇവിടെ വന്നപ്പം തോന്നിയത്? എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ നോക്കിയ സമയത്ത് ആദ്യം ബെസ്റ്റ് കോളേജസിന്റെ അയർലൻഡ് നോക്കിയപ്പോൾ ഫസ്റ്റ് കാണിച്ചത് ട്രിനിറ്റി ആണ്, ദാറ്റ്സ് ഇൻ ഡബ്ലിൻ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ നോക്കിയത്. ഫോർ എക്സാമ്പിൾ ഈ സെപ്റ്റംബർ ഇൻടേക്ക് ആണ് നമ്മൾ നോക്കുന്നെങ്കിൽ കഴിഞ്ഞ സെപ്റ്റംബറിലെ നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കണം. കാരണം അത് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജസ് ആണ്. കിട്ടാൻ വളരെ പാടാ, നല്ല പാടാ ട്രിനിറ്റി കിട്ടാൻ. സോ അത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിച്ചതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ് യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കില്. ആൻഡ് പ്രതീക്ഷ ഒന്നും തകർന്നില്ല. സൂപ്പർ ക്യാമ്പസ് ആണ്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ആണ്. UL സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് നിൽക്കുന്ന പോലെ. ഇപ്പൊ എവിടെ പോയാലും എന്ത് പറഞ്ഞ് എന്ത് സംസാരിച്ചാലും നമ്മൾ UL ഒരു സ്റ്റുഡന്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രിവിലേജ് ആണ്. ഇവിടെ വന്നപ്പോ കുറച്ചും കൂടെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി. ക്യാമ്പസ് വൈസ് ആണെങ്കിലും പിള്ളേരാണെങ്കിലും എവറിത്തിങ് നമുക്ക് കുറെ ഫെസിലിറ്റീസ് അവിടെ അവൈലബിൾ ആണ്. ഫുഡ് ആണെങ്കിൽ ഫുഡ്, ലൈക് മാസ്റ്റേഴ്സ് ചെയ്യുന്നവരുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ UL ആണെങ്കിലും നമുക്ക് പേയ്മെന്റ് ചെയ്യാതെ ഫുഡൊക്കെ കിട്ടുമോ? ഞങ്ങൾക്ക് അത് UL അണ്ടർ ഗ്രാജുവേറ്റ്സിന് എനിക്ക് അറിയത്തില്ല. ഞാൻ മാസ്റ്റേഴ്സ് ആണ് ചെയ്യുന്നത്. മാസ്റ്റേഴ്സിന് PSU എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് റൂം. അതിനകത്ത് ഗെയിമിംഗ് സെഷൻ ഉണ്ട്, കുറെ ഗെയിംസ് കളിക്കാനുള്ളതുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുൾ സീരിയൽസ് ഉണ്ടാവും, പാലുണ്ടാവും, ലോ ഫാറ്റ് മിൽക്ക് ഉണ്ടാവും, ഫുൾ ഫാറ്റ് ഉണ്ടാവും, എവറിത്തിങ്. ആൻഡ് സംടൈംസ് ഫ്രൂട്ട്സ് കുറെ ഉണ്ടാവും. രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സ്റ്റുഡൻസിന് വേണ്ടി ഇത് ആക്ച്വലി വിചാരിക്കും ഫ്രീ ആണ്, പക്ഷെ ഫ്രീ അല്ല. നമ്മള് എത്രയാണോ നമ്മുടെ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നത് ആ ട്യൂഷൻ ഫീസിന്റെ ഒരു എമൗണ്ട് ഇതിലേക്ക് ഉള്ളതാണ്. അത് ഏത് സ്റ്റുഡൻസ് ഏത് കോഴ്സ് എടുത്താലും അവർക്ക് ഇത്ര എമൗണ്ട് PSUലേക്ക് ഉള്ളതാണ്. സോ നമ്മൾ പോകുമ്പോൾ നമുക്കത് ഫ്രീ ആണെന്ന് പറയും, പക്ഷെ നമ്മൾ തന്നെ പേ ചെയ്യുന്നതാ ആദ്യത്തെ ഒറ്റ പേയ്മെന്റില്. സ്വീറ്റ്സ് കിട്ടും, ചോക്ലേറ്റ്സ് കിട്ടും, പിന്നെ ആപ്പിള്, ഫ്രൂട്ട്സ്, പിന്നെ ബണ്ണ്, ബ്രെഡ്, ടോസ്റ്റ്, അത് തന്നെ ധാരാളം. ആൻഡ് ഫെസ്റ്റിവൽസ് ഞാൻ വന്ന സമയത്ത് ഇവിടെ 2 സെലിബ്രേഷൻ നടന്നു. ഒന്ന് ഓണവും ഒന്ന് ദിവാലിയും. ഓണം അത്ര ഗ്രാൻഡ് അല്ലായിരുന്നു, കാരണം ഞങ്ങൾ സെപ്റ്റംബർ ഇൻടേക്ക് വന്നോണ്ട് സെപ്റ്റംബർ പകുതിയായിരുന്നു ഓണം. സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദിവാലി വന്നപ്പോഴത്തേക്ക് ഒക്ടോബർ ആയിരുന്നു തോന്നുന്നു. അത്യാവശ്യം കുറെ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് ദിവാലി പ്രോഗ്രാംസ് നടത്തി. ആൻഡ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് ഷെർവ. ലൈക് PSUവിൽ നമുക്ക് കുറച്ച് പ്രൊഫസേഴ്സ് അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട് അതിനുവേണ്ടി മാത്രം. അവര് വരെ സാരി ഉടുത്തു, ലൈക്ക് ജുബയൊക്കെ ഇട്ടു, മുണ്ടൊക്കെ കൊടുത്തു. അങ്ങനെ ഐറിഷ് ആൾക്കാരാ, അവര് വരെ വന്നു. അതൊരു വമ്പരുതായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരത്തി മെഹന്തി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ്
ഒരു ചെറിയൊരു ഹാൾ ഉണ്ടായിരുന്നു. ആ ഹാളിനകത്ത് നമുക്കൊരു വമ്പൻ പ്രോഗ്രാം ആയിരുന്നു. DJ പാർട്ടി, വി ഹാഡ് സ്വീറ്റ്സ്. നമ്മൾ സമൂസ ഒക്കെ കിട്ടി, സമൂസ, ലഡു ഇതൊക്കെ കിട്ടി. ഇതൊക്കെ കണ്ടപ്പോ എന്തൊക്കെയോ മിസ് ചെയ്യുന്ന പോലെ. പക്ഷെ ഇത്ര അടിപൊളി പ്രോഗ്രാംസ് അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ PSUവിന്റെ നന്ദനയുടെ ഇൻസ്റ്റാഗ്രാമില് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴോർത്ത് നന്ദനയ്ക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്, ഐറിഷ് കുപ്പി. അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉള്ള നല്ലൊരു ചാനലാണ്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിലൊക്കെ നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി നോക്കാം. ഞാൻ അതിന്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. സോ അതിന്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം അതിൽ കയറി ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയാസ് ഒക്കെ കിട്ടും. ഈ പറഞ്ഞ PSU ഒക്കെ അതിന്റെ എനിക്ക് തോന്നുന്നു അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വീഡിയോ ഉണ്ട്. അപ്പം ഒരു ഐഡിയ കിട്ടും. പിന്നെ ഒരു സ്റ്റുഡന്റ് ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ആ ഒരു പേജ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഈ യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിൽ വരുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിലെ ULനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പീസുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക്, നമുക്ക് ഇപ്പം ഒരു സ്ഥലത്തേക്ക് വരുന്നെന്ന് അറിയുമ്പോഴത്തേക്ക് ചിലർ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ അവിടെ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അത് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിന്റെ ഒരു ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ വേണ്ടവർക്ക് അത് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം ഐറിഷ് കുപ്പി എന്നാണ് പേര്. പിന്നെ എനിക്ക് നന്ദനയോട് ചോദിക്കാനാണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പം എനിക്കിനി ലാസ്റ്റ് ആയിട്ട് നന്ദനയോട് ചോദിക്കാനുള്ളത്, നന്ദന നാട്ടിൽ നിന്ന് അയർലൻഡിൽ പഠിക്കാൻ വന്നിട്ട് നന്ദന ഹാപ്പി ആണോ അറ്റ് പ്രസന്റ്? സത്യം പറഞ്ഞാൽ ഹാപ്പി ആണോ എന്ന് വെച്ചാൽ ഹാപ്പിയാണ്. 50-50 അല്ല 50 അല്ല, ഒരു 70, 80, 90, 100, 30. 70-30. കാരണം നാട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്നെ അത്യാവശ്യം നല്ല വീടിനകത്ത് വളർത്തിയൊരു കുട്ടിയാണ്. പുറത്തേക്കൊന്നും വിടത്തില്ല, അടുത്ത വീട്ടിൽ പോലും വിടത്തില്ലായിരുന്നു. ഞാൻ ഇത്രയും നാളും ഇവിടെ വന്ന് സർവൈവ് ചെയ്യുന്നത് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത്. സോ ഞാൻ ഇവിടെ ഹാപ്പിയാണ്. കാരണം എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഇതിന്റെ പകുതി പോലും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഇവിടെ വന്നിട്ട് സ്വന്തമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ നമ്മൾ പഠിച്ചു. സ്വന്തമായിട്ട് നാട്ടിൽ കാശ് കിട്ടുന്നു, ചെലവാക്കുന്നത് നമ്മൾ അധ്വാനിക്കുന്നതല്ല, വീട്ടുകാർ അധ്വാനിക്കുന്നതാ. ഇവിടെ വന്ന് നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓരോന്നിനും ചെലവാക്കുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നു, റെസ്പോൺസിബിലിറ്റീസ് കിട്ടും. എനിക്ക് തോന്നുന്നു ആസ് എ പേഴ്സൺ നമുക്ക് വേണ്ടത് ഒരു ഇൻഡിപെൻഡൻസ് ആണ്. കാരണം നമ്മൾക്ക് വേറൊരാളെയും ആശ്രയിക്കാതെ ഓരോന്ന് ചെയ്യണമെങ്കിൽ ഇതുപോലെ മാറിയൊക്കെ നിന്ന്, അതും കുറച്ച് നല്ല ഡിസ്റ്റൻസിൽ മാറി നിന്ന് കഴിഞ്ഞാല് നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആകും. അതേപോലെ തന്നെ കുറച്ചല്ല നല്ല രീതിയിൽ ഇൻഡിപെൻഡന്റും ആകും. സോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് പുറത്തുള്ള കൺട്രീസ് ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പം അയർലൻഡിലെ സ്റ്റഡീസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവിടെ വരുന്നവര് എന്താ പറയാ ഭയങ്കര അടിപൊളിയാണ്, എക്സൈറ്റഡ് ആയിട്ടും വന്നിട്ട് കാര്യമില്ല. കാരണം ഇവിടെ പാർട്ട് ടൈമിൽ പോവാണെങ്കിൽ നല്ല പണിയായിരിക്കും. അവർ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ പണിയെടുപ്പിക്കും, നമ്മൾ നല്ല ടയേർഡ് ആവും. പക്ഷെ ഇതൊന്നും നമുക്ക് പകുതി വെച്ചിട്ട് ഇട്ടിട്ട് പോവാന്നുള്ളൊരു മൈൻഡിൽ ആരും വരരുത്. എനിക്ക് തോന്നുന്നത് നന്ദനെ ഞാൻ പരിചയപ്പെടുന്നത് നന്ദന എന്റെ ഒരു വീഡിയോ കണ്ടത് ജോബിന്റെ ആണോ അതോ സ്റ്റഡീസിന്റെ ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റയിലെ വീഡിയോ കണ്ട. ഓക്കെ, ഞാൻ അല്ലാതെ യൂട്യൂബിൽ അയർലൻഡ് മറ്റേ സ്റ്റുഡൻസിന് വേണ്ടി ഇട്ടിട്ടുണ്ട്, അല്ലാതെ പാർട്ട് ടൈം ജോബിന്റെ ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ അപ്പം മേ ബി അതിൽ ഏതോ കണ്ടിട്ട് അങ്ങനെ അതിലെ ലിങ്ക് വെച്ച് എനിക്ക് ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചിട്ട് എങ്ങനെയുണ്ട് സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് അതെ, ഈ ബിസിനസ് അനലിറ്റിക്സിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് അതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞാനത് അന്വേഷിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ നന്ദനയ്ക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു ഇന്ന പോലെ ആണ് എന്നുള്ള രീതിയിൽ. അപ്പം എനിവേ ഇവിടെ വന്നിട്ട് നന്ദനെ പരിചയപ്പെട്ടു. വന്ന് കഴിഞ്ഞിട്ട് നന്ദനെ മെസ്സേജ് ചെയ്തു, എത്തി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്തു, വീട്ടിലും വന്നു, ഫുഡ് കഴിച്ചു. അങ്ങനെ വന്നത് കൊണ്ട് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒത്തിരി പേര് ഇതുപോലെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ എത്തി എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയാവും. ഇത് സ്റ്റഡീസിന് മാത്രമല്ല, ഇതുപോലെ നഴ്സിംഗിനും ഓരോരുത്തരുടെ പേപ്പർ വർക്സിന്റെ കാര്യങ്ങളും ഹെൽപ്പുകളെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പലരും മെസ്സേജ് അയക്കാനുണ്ട്. താങ്ക് യു, ഞങ്ങൾ ഇവിടെ എത്തി എന്ന് അറിയുമ്പോൾ നമ്മൾ ഹാപ്പിയാണ്, നമ്മളും അതിലൊരു പാർട്ടായി എന്ന് അറിയുമ്പോഴത്തേക്ക്. ഇപ്പം നന്ദനയുടെ കേസ് ഞാൻ ഹാപ്പിയാണ്. നന്ദന ഇവിടെ വന്നു, ഇപ്പൊ പഠിക്കാൻ തുടങ്ങി. ഇനി ജോലി കിട്ടുമോ കിട്ടാതിരിക്കും, അത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. എനിവേ
നന്ദന ഹാപ്പി ആണെന്നറിഞ്ഞതിലും വളരെ സന്തോഷം. അതുപോലെ നന്ദനയുടെ ഒരു ഇന്റർവ്യൂ എനിക്കിന്ന് എടുക്കാൻ പറ്റി. ഈവൻ അത് അൺഎക്സ്പെക്ടഡ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻസും പ്രിപ്പയർഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് കാണും. ഞാൻ ചോദിച്ചതിലും നന്ദന പറഞ്ഞതിലും എന്തെങ്കിലുമൊക്കെ, കാരണം ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ഇതാണ്, ഒരു കോൺവെർസേഷൻ ആണ്. ഇതൊരു, ഞാൻ നന്ദനയോട് പറഞ്ഞത് ജസ്റ്റ് ഒരു കോൺവെർസേഷൻ ആണ്. അപ്പം ഒത്തിരി പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. ഇവൻ ഞാനൊക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തന്നെ വീട്ടിൽ എടുത്ത ഡ്രസ്സൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. നന്ദനായാലും ഇവിടെ രാവിലെ വന്നത് ഇപ്പൊ ഒരുമാതിരി സമയത്ത് 6 മണിയായി, വൈകുന്നേരം 6 മണിയായി. അപ്പം ആ ഒരു ഞങ്ങൾ അങ്ങനത്തെ ഇതിലല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരുങ്ങിയൊന്നും അല്ല ഇരിക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ കാണും. അപ്പൊ നിങ്ങളത് ക്ഷമിക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പം എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിട്ട് ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഐ മീൻ സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് നന്ദന. പിന്നെ ഇത്രയും നേരം ഞങ്ങളെ കേട്ടതിനും ക്ഷമിച്ചതിനും, പിന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ചെറുത് ഇതുവഴി നടപ്പുണ്ടായിരുന്നു. സോ ആ ഒരു ഡിസ്റ്റർബൻസിനും ഞാൻ ഒന്നുകൂടെ ഒരു ക്ഷമ ചോദിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം കമന്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.